ഡെയിലി ലൈഫ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സിൻ്റെ പുതിയൊരു സെഗ്മെൻറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സുസ്വാഗതം. നമ്മളിപ്പോൾ കുറച്ച് ക്ലാസ്സുകളൊക്കെ ആയില്ലേ. ഇത്രയും ദിവസമുള്ള ക്ലാസ്സുകളിൽ നിങ്ങളാരും നിങ്ങളുടെ ഇൻസ്ട്രക്ടറെ കണ്ടിരുന്നില്ല. നമ്മൾ കുറച്ച് ഒരു ബോർഡ് കണ്ടു, അല്ലെങ്കിൽ കുറച്ച് സറൗണ്ടിങ്സ് കണ്ടു, അല്ലെങ്കിൽ കുറച്ച് ചെടികൾ കണ്ടു, കുറച്ച് ഫ്രൂട്ട്സ് കണ്ടു, ഒരു കിച്ചൺ കണ്ടു, സോൻസോ അങ്ങനെ കുറേ ഏരിയാസ്, അങ്ങനെയുള്ള കുറച്ച് സർക്കംസ്റ്റൻസസ് ഒക്കെയാണ് നമ്മൾ കണ്ടത്. ഇതുവരെ നമ്മുടെ ഇൻസ്ട്രക്ടറെ നമ്മൾ കണ്ടിരുന്നില്ല. അപ്പോൾ ഞാൻ നേരിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഇന്ന് വന്നിരിക്കുകയാണ്. ഇനി മുതൽ നമ്മുടെ ക്ലാസ്സിലേക്ക് ചെറിയൊരു മാറ്റം വന്നു ചേരുകയാണ്. അപ്പോൾ ഡെയിലി ലൈഫ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സിനെ കുറിച്ച് നമുക്ക് പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന അനുദിന ജീവിതത്തിലുള്ള ചെറിയ ചെറിയ സംഭവങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് കോർത്തിണക്കി നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് തോന്നാം, സാധാരണ ക്ലാസ്സുകളിൽ നമുക്കറിയാൻ സാധിക്കും വലിയ വലിയ ഗ്രാമറുകൾ, നമുക്കിങ്ങനെ ഗ്രാമർ പറഞ്ഞു തരുന്നു. പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾസ് ടെൻസുകൾ, കൺജങ്ഷൻസ്, അങ്ങനെ ധാരാളം കാര്യങ്ങൾ അത് എവിടെ പ്രയോഗിക്കണം, എങ്ങനെയാണത് പ്രയോഗിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് നമുക്ക് ഇംഗ്ലീഷ് ഭാഷ നമ്മൾ പഠിച്ചു വരുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ചുറ്റിനുമുള്ള ചാനലുകളൊക്കെ, ധാരാളം യൂട്യൂബ് ചാനലുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇംഗ്ലീഷ് ഭാഷ എങ്ങനെ പഠിക്കാം, ഗ്രാമർ എങ്ങനെ വേഗത്തിൽ പഠിക്കാം, ഗ്രാമർ ഇല്ലാതെ എങ്ങനെ പഠിക്കാം എന്നുള്ള ധാരാളം ചാനലുകളൊക്കെ അവൈലബിൾ ആണ്. ഞാൻ നമ്മുടെ മറ്റുള്ള ചാനലുകാരെ ആരെയും ആക്ഷേപിച്ച് പറയുകയോ അല്ലെന്നുള്ളവരെ കുറ്റപ്പെടുത്തി പറയുകയോ ചെയ്യുകയല്ല. ഓരോരുത്തർക്കും അവരുടേതായ ഘടനകളുണ്ട്, പഠിപ്പിക്കാനുള്ള ഘടനകളുണ്ട്, കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള രീതികളുണ്ട്. ഞാൻ നമ്മുടെ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്ന രീതികൾ തുലവും വ്യത്യസ്തമാണ്. മറ്റുള്ളവരുടെ ക്ലാസ്സുകളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്ലാസ് രീതിയാണ് ഡെയിലി ലൈഫ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സ് അനുവർത്തിച്ച് പോരുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ക്ലാസ്സുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഞാൻ മുൻപ് സൂചിപ്പിക്കുകയുണ്ടായി, ധാരാളം എനിക്കറിയാവുന്ന 1-2 യൂട്യൂബേഴ്സ് വളരെ നന്നായിട്ട് അവർ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്ത് കുട്ടികൾക്ക് ധാരാളം സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ട്. അവർക്ക് അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേങ്കിൽ അവരുടെ ക്ലാസ്സുകളിൽ അവർ ഗ്രാമറിന് മുൻതൂക്കം കൊടുത്തിട്ട് എങ്ങനെയാണ് നമ്മൾ സംസാരത്തിൽ ഇതെങ്ങനെ പ്രയോഗിക്കണം, അല്ലെങ്കിൽ അവിടെ ഘടകങ്ങൾ എങ്ങനെ കൊണ്ടുവരണം, അല്ലെങ്കിൽ അവിടെ എപ്പോഴാണ് പാസ്റ്റ് ടെൻസ്, എപ്പോഴാണ് ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കേണ്ടത്, അങ്ങനെയുള്ള ചില ധാരാളം സംഗതികൾ കൊണ്ടുവന്നിട്ട് നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് നന്നായിട്ടൊക്കെയാണ് തോന്നുക. നമ്മളത് എഴുതി പഠിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്ന ചില ക്ലാസ്സുകളാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത ഇൻ കേസ് ഞാൻ അവിടെയാണ് എങ്കിൽ എനിക്ക് അങ്ങനത്തെ ക്ലാസ്സുകൾ 1, 2, 3 അല്ല 10 തവണ ഞാൻ ഫോളോ അപ്പ് ചെയ്യും. പക്ഷേങ്കിൽ സമൂഹ മധ്യത്തിലേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് ആ ക്ലാസ്സുകൾ നമുക്ക് കേട്ടിട്ട് നമുക്ക് സംസാരിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. അതെല്ലാവരും മെയിനായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. എൻ്റെ ഒരു അനുഭവം, ചെറുപ്പത്തിൽ ഞാൻ +2 അന്ന് പ്രീ ഡിഗ്രി ആയിരുന്നു. കഴിഞ്ഞ സമയത്തൊക്കെ എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു, എല്ലാവരെയും പോലെ തന്നെ. അപ്പോൾ ഞാൻ വലിയ തടിച്ചൊരു പുസ്തകമുണ്ട്, ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സിൻ്റെ, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, റാപ്പിഡെക്സ് സംതിങ്, അങ്ങനെ പല പുസ്തകങ്ങളുണ്ട്. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് നമ്മൾ സന്ദർഭോചിതമായിട്ട് കാണാതെ പഠിക്കും. മാർക്കറ്റിൽ പോയാൽ എങ്ങനെ പറയണം, മാർക്കറ്റിലെ സംഗതികളൊക്കെ പഠിച്ചു വെച്ചിട്ട് മാർക്കറ്റിൽ ചെന്നിട്ട് ആദ്യത്തെ സെൻറ്റൻസ് പറയും, രണ്ടാമത്തെ സെൻറ്റൻസ് നമ്മൾ ഉദ്ദേശിക്കുന്ന മറുപടി അയാൾ പറഞ്ഞില്ല, നമുക്കൊരു മറുപടി പറയാൻ അറിയില്ലല്ലോ. അങ്ങനെ ഒത്തിരി അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. അത് തീർത്ത് ഫ്ലോപ്പായിരുന്നു. അതുകൊണ്ട് ഞാൻ ഉള്ള കാര്യം, ടു ബി ഫ്രാങ്കിലി, ഞാനൊരു വാക്ക് പോലും സംസാരിക്കാൻ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് ശരിയായിട്ടുള്ള വസ്തുതയാണത്. ഇവിടെ കളവ് പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നീട് നമ്മൾ വളരെ നന്നായിട്ട് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ PhD ഹോൾഡേഴ്സ്, അല്ലെങ്കിൽ ഡോക്ടറേറ്റൊക്കെ എടുത്ത് ധാരാളം അധ്യാപകരുണ്ട് യൂണിവേഴ്സിറ്റിയിലെ ടോപ്പ് ഹോൾഡേഴ്സ്, ടോപ്പ് റാങ്ക് ഹോൾഡേഴ്സ് ഒക്കെ ഉള്ള അവരുടെ ക്ലാസ്സുകൾ. പക്ഷേ ആ ലെവലിലേക്ക് ഒരു ബിഗിനറിനെ സംബന്ധിച്ചോളം അവരുടെ ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാകില്ല. നമ്മളവിടെ മിൽക്കസി എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ നോക്കിയിരുന്ന ആരാധനയോട് നോക്കുക, അല്ലെങ്കിൽ അവർ സംസാരിക്കുന്നത്, അവർ പറയുന്നത് നമുക്ക് കേട്ടിരിക്കാം എന്നതിലുപരിയായിട്ട് നമുക്ക് സംസാരിക്കാൻ, നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ഡെയിലി ലൈഫ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സ് എന്താണ് ചെയ്യുന്നത്? നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ എന്താണ് ഫേസ് ചെയ്യുന്നത്, നമുക്ക് ഒരിടത്ത് പോയിട്ട് ഒരാളോട് എടാവേ നിനക്ക് സുഖമാണോ, എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്, നമുക്ക് അങ്ങനെയുള്ള ചെറിയ ചെറിയ സംഗതികളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ കാണുന്ന സംഗതികളെ എങ്ങനെ നമ്മളത് ലഘൂകരിച്ച് കൃത്യമായിട്ട് നമ്മൾ പറയണം. ഒരു ഭാഷയുടെ പ്രത്യേകത എന്തിനാണ് ഭാഷ ഉപയോഗിക്കുന്നത്? നമുക്ക് സംവാദം നടത്താനായിട്ട്, അല്ലേ? നമ്മൾ പറഞ്ഞ കാര്യം അപരന് മനസ്സിലാകണം, അവരൻ പറഞ്ഞ കാര്യം നമ്മൾക്ക് മനസ്സിലാകണം. അവിടെ നമ്മൾ പോയിട്ട്, ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്ന ബിഗിനേഴ്സിൻ്റെ സമയത്തുള്ള കാര്യമാണ് പറയുന്നത്. നമ്മൾ അവിടെ പോയി വലിയ ഘോരം പ്രസംഗിക്കാനൊന്നും നമ്മൾ പോകുന്നില്ല. നമ്മൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു ജോബ് കിട്ടി, അബ്രോഡിലേക്കൊരു ജോലി കിട്ടി. നമുക്ക് ആ ജോലിയുമായിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യ കാര്യങ്ങളൊന്നും മാനേജ് ചെയ്യണം. നമ്മൾ എയർപോർട്ടിൽ പോയി ഇറങ്ങി ഒരു റെസ്റ്റോറൻറ്റിൽ കയറി, അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി, അവിടെ ഉള്ളവർക്കൊക്കെ ഇംഗ്ലീഷോ അല്ലെങ്കിൽ ഹിന്ദിയോ അല്ലെങ്കിൽ
ഫിലിപ്പീൻസ് അങ്ങനെയുള്ള ഭാഷകൾ മാത്രമേ അറിയത്തുള്ളൂ. നമ്മുടെ മലയാളമോ അല്ലെങ്കിൽ മറ്റുള്ള ഭാഷയൊന്നും അവർക്ക് അറിയില്ല. നമുക്ക് ആകപ്പാടെ അറിയാവുന്നത് മലയാളം മാത്രമാണ്. അപ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് മാർഗം ഇല്ല എങ്കിൽ കൂടിയും നമുക്ക് ആംഗ്യ വിക്ഷേപങ്ങളിൽ കൂടി നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് സാധിച്ചെടുക്കാം, ശരിയല്ലേ? പക്ഷേ അവിടെ നമുക്കൊരു കുറവ് വരാൻ പാടില്ല. നമ്മളെ ആരും ഡീഗ്രേഡ് ചെയ്യപ്പെടാൻ പാടില്ല. നമുക്ക് അവർ മോശക്കാരൻ അല്ലെങ്കിൽ മോശക്കാരിയായിട്ട് ആരും നമ്മളെ ചിത്രീകരിക്കാൻ പാടില്ല. അപ്പം നമുക്ക് അവിടെ തല ഉയർത്തിപ്പിടിച്ച് നമുക്ക് അഭിമാനത്തോടു കൂടി ചെറിയ ചെറിയ സംഗതികളാണെങ്കിൽ നമുക്ക് സംസാരിക്കണം. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ പറയണം. അതിനുവേണ്ടി നിങ്ങളെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഡെയിലി ലൈഫ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സിൻ്റെ ലക്ഷ്യം. ഇതൊരു വലിയ യൂട്യൂബ് ചാനലൊന്നുമല്ല, ഇതൊരു ചാനൽ എന്ന് പറയാൻ അങ്ങനെയുള്ള സംഗതിയൊന്നുമില്ല. എൻ്റെ എയിം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയാവുന്ന സംഗതികൾ നിങ്ങളിലേക്ക് എത്തിക്കുക. നിങ്ങൾ മാക്സിമം അതുമായിട്ട് അത് പഠിച്ച് അതൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്ന് അവതരിപ്പിച്ച് നമ്മുടെ അറപ്പൊക്കെ മാറ്റി ഇംഗ്ലീഷിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിയിട്ട് അത്യാവശ്യം പതുക്കെ സംസാരിച്ച് തുടങ്ങുക എന്നുള്ളതാണ്. അതിന് നിങ്ങളെ പ്രാപ്തരാക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഉദ്ദേശ ലക്ഷ്യം. അപ്പോൾ അതിനു വേണ്ടി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മുടെ ക്ലാസ്സുകൾ അത് സിമ്പിൾ ക്ലാസ്സാണ്. ഞാൻ പറയാം, ഇത് വളരെ ലളിതമായിട്ട് തീർത്തും സിമ്പിളായിട്ടുള്ള ക്ലാസ്സുകളാണ്. ഞാൻ ചിലപ്പോൾ ഒരു ദിവസം ഒരു വാക്കായിരിക്കും ഞാൻ പറഞ്ഞു തരുന്നത്, പഠിപ്പിക്കുന്നത്. അതിൻ്റെ പ്രയോഗങ്ങൾ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള കാര്യം അത് ഫോളോ അപ്പ് ചെയ്ത് അങ്ങ് പോവുക. വളരെ വേഗം നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. പക്ഷേ മറ്റൊരു കാര്യം നമ്മൾ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യമുണ്ട്. അതങ്ങനെ കേട്ട് വെറുതെ പോയാൽ മാത്രം പോരാ, നമ്മളത് റിപ്പീറ്റ് ചെയ്യണം. നമ്മളത് സംസാരിക്കാനായിട്ട് ശ്രമിക്കണം. കൂട്ടുകാരോടോ വീട്ടുകാരോടോ അച്ഛനോടോ അമ്മയോടോ ആരോടെങ്കിലുമൊക്കെ നമുക്ക് പ്രിയപ്പെട്ടവരാരാണോ നമുക്ക് ഒരു പ്രോബ്ലം തോന്നാത്ത രീതിയിൽ നമ്മളുമായിട്ട് അവരോട് സംവദിക്കണം. അങ്ങനൊരു ആശയവിനിമയം ഉണ്ടായാൽ മാത്രമേ നമുക്ക് എന്ത് സാധിക്കത്തുള്ളൂ? അത് നമുക്ക് ഓപ്പണപ്പായിട്ട് നമുക്ക് സംസാരിച്ച് പോകാനായിട്ട് സാധിക്കും. നമ്മളെങ്ങനെയാണ് മലയാളം പഠിച്ചത്? നമ്മൾ ആരെങ്കിലും നമുക്ക് പറഞ്ഞു തന്നിട്ടാണോ നമ്മൾ മലയാളം പഠിച്ചത്? അല്ലല്ലോ. നമ്മുടെ അച്ഛൻ പറയുന്നത് കേട്ടു, അമ്മ പറയുന്നത് കേട്ടു, കൂട്ടുകാരൊക്കെ പറയുന്നത് കേട്ടു, ചുറ്റുപാടൊക്കെ പറഞ്ഞിട്ട് ആദ്യം പറഞ്ഞു, അമ്മയെന്ന് പറഞ്ഞു, അച്ഛൻ എന്ന് പറഞ്ഞു, അങ്ങനെയൊക്കെ ബെപ്പപ്പയെ വെച്ചിട്ടാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അതുപോലുള്ള ബെപ്പപ്പയൊന്നും നമുക്ക് വെക്കാൻ പറ്റില്ല. നമ്മൾ മുതിർന്ന ആൾക്കാരായിപ്പോലെ. അപ്പം നമുക്ക് നമ്മുടെ സറൗണ്ടിങ്സിൽ നിന്ന് നമുക്ക് ഒത്തിരി പഠിക്കാനുണ്ട്. അപ്പോൾ ഇതുപോലെ ആരെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പറഞ്ഞു തരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് ഗ്രാസ്പ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലൊരു മോഹം ഉണ്ടെങ്കിൽ നമുക്കത് പുറത്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ പഠിപ്പിക്കാനായിട്ട് പഠിച്ചെടുക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ട് നേരിടും. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചാനലുകളും കോച്ചിങ് ക്ലാസ്സുകളും അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സും ഒക്കെ നമ്മൾ മുൻകൈ എടുത്തിട്ട് നമ്മളെ പഠിപ്പിക്കുകയും നമ്മൾ പഠിക്കാനായിട്ട് നമ്മളവിടെ പോകുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ലക്ഷ്യം ഇംഗ്ലീഷ് ഭാഷ അനായാസം സംസാരിക്കുക എന്നുള്ളതാണ്. എത്രയും പെട്ടെന്ന് ഇംഗ്ലീഷ് സംസാരിച്ചെടുക്കുക, ശരിയല്ലേ? അത്രയും ഞാൻ എയിം ചെയ്യുന്നുള്ളൂ. ഞാൻ വലിയ ഗ്രാമറിലേക്കൊന്നും പോകുന്നില്ല. സ്വാഭാവികമായിട്ടും ഒരെണ്ണം പഠിച്ചു വരുമ്പോഴേക്കും അത് ഉപയോഗിക്കേണ്ട രീതി നമുക്ക് മനസ്സിലാവും. നമ്മൾക്ക് ഒന്നും അറിയില്ല. ഞാൻ പറയാം, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം സ്പാനിഷ് ക്യൂബയിൽ ചെന്നു, എക്സാമ്പിൾ. നമുക്ക് അവിടുത്തെ കുറേ ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ മുന്നിൽ കൊണ്ട് വെച്ചാൽ നമുക്കറിയാവുന്ന ഭക്ഷണമാണെന്നുള്ള കാര്യം, അത് കഴിക്കാനുള്ള കാര്യം ആണെന്ന് പറയും. നമ്മളെങ്ങനെ കഴിക്കണമെന്ന് പഠിപ്പിക്കേണ്ട കാര്യമില്ല. നമ്മളത് കഴിച്ചോളും ഓട്ടോമാറ്റിക്കലി. ചിലപ്പോൾ നമ്മൾ ആ ഓർഡറിലായിരിക്കില്ല കഴിക്കുന്നത്. ആദ്യമൊക്കെ നമ്മൾ വേറെയൊക്കെ രീതിയിലൊക്കെ ആയിരിക്കും കഴിക്കുന്നത്. പക്ഷേ എങ്കിൽ പിന്നീട് നമുക്ക് മനസ്സിലാവും ഹൗ ടു ഈറ്റ് പ്രോപ്പർലി. നമ്മൾ എങ്ങനെയാണ് ശരിയായ രീതിയിലായിട്ട് ടേബിൾ മാനേഴ്സോട് കൂടി ഭക്ഷണം കഴിക്കേണ്ടതെന്നുള്ള കാര്യം ആരും പറഞ്ഞു തരാതെ തന്നെ നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അത് മനസ്സിലായിട്ടൊരു കീഴ്വഴക്കമായിട്ട് വരും. അതിന് നമുക്ക് ചെറിയൊരു വേണ്ടത്? ഒരു ചെറിയ ട്രെയിനിങ് വേണം. നമ്മളൊന്ന് ഗ്രൂം ചെയ്യണം. അങ്ങനെ ഒരു ഗ്രൂമിംഗ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊരു തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ ഈ തുടക്കക്കാർക്ക് ആരൊക്കെ ആവാൻ തുടക്കക്കാർ? ഇതിൽ ടീച്ചേഴ്സിനാവാം. ടീച്ചേഴ്സൊക്കെ ക്ലാസ് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും ഇങ്ങനെ ചറവറ എന്ന് പോയിട്ടൊരു പബ്ലിക് പ്ലേസിൽ പോയി കുട്ടികളോടൊക്കെ സംവദിക്കും. അതെന്താണ് അവർ സംസാരിക്കുന്നത്? അത് ഒള്ളി സബ്ജക്റ്റാണ്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. എൻ്റെ നോക്കി സയൻസ് ആൻഡ് ടെക്നോളജി ഇല്ലുസ്ട്രേറ്റർ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ഇത് ദ വേൾഡ് അറൗണ്ട് അസ് എന്നുള്ളൊരു പുസ്തകമാണ്. ഇതൊന്ന് ധാരാളം ഉണ്ട്. ഇതൊരു പ്ലസ് ടു ടീച്ചറുടെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഭയങ്കര കടുകട്ടിയുള്ളൊരു പുസ്തകമാണിത്. പക്ഷേ ഇത് പഠിച്ചിട്ട് ഇത് വളരെ വളരെ തറവായിട്ട് പഠിപ്പിക്കും. പക്ഷേങ്കിൽ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് നമ്മൾ ഈ പഠിപ്പിക്കുന്ന ഭാഗത്തു നിന്ന് തീർത്തും വ്യത്യസ്തമാണ് നമ്മൾ ചന്തയിൽ പോയിട്ട് മാർക്കറ്റിൽ പോയിട്ട് കാര്യങ്ങൾ നമ്മൾ ഒരാളോട് സംവദിക്കുന്നത്. അതും ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. ഓക്കെ, ഇത് ഞാൻ പഠിപ്പിക്കാനുള്ള വേറൊരു പുസ്തകം ഞാൻ എടുത്തു വെച്ചതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ലാംഗ്വേജ് നമുക്ക് പിക്കപ്പ് ചെയ്യണം, ഡെവലപ്പ് ചെയ്യണം. ആരും നമ്മളെ നോക്കി കളിയാക്കാൻ പാടില്ല. നമ്മൾ എവിടെയും ആരുടെ മുന്നിലും ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല. എക്സ്ക്യൂസ് മീ, ഇടയ്ക്ക് ചെറിയ ചുമ വന്നു ഇങ്ങനെ പറഞ്ഞപ്പോഴേ. എനിവേ, അപ്പോൾ നമ്മൾ ഒരു ഓഫീസിലെ ചെറിയ ക്ലർക്കിൻ്റെ അടുത്ത് ചെന്നു. ക്ലർക്കിൻ്റെ അടുത്ത് അപ്പോൾ അവിടെ
അദ്ദേഹത്തിന് വലിയ സംഭാഷണത്തിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഒരു ഇൻസ്പെക്ഷൻ ഫോർ എക്സാമ്പിൾ നടക്കുമ്പോൾ ബോംബെയിൽ നിന്നോ ഡൽഹിയിൽ നിന്ന് ഒരാൾ വന്നു, അപ്പോൾ അവർക്ക് ഒരു ഓഡിറ്റർ വന്നു, അപ്പോൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അത്യാവശ്യ കാര്യങ്ങൾ അറിയാം, പക്ഷേ നമുക്കതങ്ങ് പറഞ്ഞങ്ങ് പ്രകടിപ്പിക്കാൻ നമുക്കറിയില്ല. അപ്പോൾ എങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ഡെവലപ്പ് ചെയ്ത് പോവുക. പിന്നെ നമുക്കൊരു അബ്രോഡ് പോകേണ്ടത് ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ടി വന്നു. നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങൾ നമ്മൾ അവതരിപ്പിക്കുക, എങ്ങനെ നമ്മൾ സംസാരിക്കാം. ഇപ്പോൾ ജസ്റ്റ് ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നേഴ്സസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ധാരാളം അവർ ILTS കോഴ്സിനൊക്കെ അതിനൊക്കെ പോകുന്നുണ്ടായിരിക്കാം. പക്ഷേ എങ്കിലും നമ്മൾ ഫ്രീ ആയിട്ട് നമുക്ക് പുറത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ, ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെന്നാൽ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ, എവിടെയെങ്കിലും ഒരു ട്രാവൽ ഏജൻറ്റിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നുള്ള കാര്യം ഒക്കെ ഇതിനകത്തുണ്ട്. ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞത്. ഞാനൊക്കെ ഇംഗ്ലീഷ് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കണം എന്നുള്ള എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചത് സുജ ടീച്ചറാണ് പഠിപ്പിച്ചത്. പുള്ളിക്കാരി ഭയങ്കര ഇംഗ്ലീഷിൽ ഭയങ്കര PhD MPhil എന്തൊക്കെയോ ധാരാളം കാര്യങ്ങളൊക്കെ ഉണ്ട് പുള്ളിക്കാരിക്ക്. പക്ഷേങ്കിൽ ടീച്ചറെ എക്സ്ട്രീംലി സോറി ഞാൻ പറയുന്നത്, ടീച്ചർ ക്ലാസ്സിൽ ഭയങ്കര മിടുക്കിയാണ്. നന്നായിട്ട് ഇംഗ്ലീഷിൽ മാത്രമേ പറ്റുള്ളൂ, കുഞ്ഞു വാക്ക് പോലും മലയാളത്തിലൊന്നും പറയത്തില്ല ഞങ്ങളോട്. ഇംഗ്ലീഷിൽ വന്ന് അവിടെ വന്ന് പോർഷനൊക്കെ എടുത്ത് വളരെ നന്നായിട്ട് പുള്ളിക്കാർ പറഞ്ഞ് ക്വസ്റ്റ്യൻസൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകും നന്നായിട്ട് എനിക്കറിയാം. പക്ഷേങ്കിൽ അന്നത്തെ ഒത്തിരി മുൻപുള്ള സമയമാണ് കേട്ടോ. പുള്ളിക്കാരി എന്നും പുറത്ത് വന്നിട്ട് ഒരു ചെറിയ സെൻറ്റൻസ് പോലും ഹൗ ആർ യു, ഫൈൻ, താങ്ക് യു മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയുമെങ്കിലും ഞാൻ ഇന്ന് വരെ പുള്ളിക്കാരി അത് പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത്, ഒരു ഓപ്പണപ്പായിട്ട് ഒരിക്കലും അത് ഞങ്ങൾ കോളേജ് ക്യാൻറ്റീനിൽ വെച്ചിട്ട് കണ്ട് അറിഞ്ഞ് അനുഭവിച്ചതാണ്. അങ്ങനെ സംസാരിക്കാനായിട്ട് ഒരു സഭാകമ്പം, ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ദ പ്രോബ്ലം, മീൻസ് അങ്ങനെ ഒരു ചെറിയൊരു സംഗതികൾ. ഇപ്പം ഞാൻ പറഞ്ഞ സംഗതിക്ക് കണ്ടോ, ഞാനിപ്പം ഒരു ചെറിയ സെൻറ്റൻസാണ് പറഞ്ഞത്, അതിനകത്ത് പോലും ചിലപ്പോൾ നമ്മൾ അങ്ങനെ ഡീപ്ലി നമ്മൾ പോയി കഴിഞ്ഞാൽ അത് വളരെ കറക്റ്റായിട്ടുള്ള ആപ്റ്റായിട്ടുള്ള സെൻറ്റൻസ് ആയിരിക്കില്ല. അങ്ങനെയൊക്കെയാണ്. പക്ഷേ നമ്മൾ ത്രൂ ഔട്ടായിട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾക്ക് ഒരാളോട് എങ്ങനെ സംസാരിക്കാൻ സാധിക്കുന്നു. ഇപ്പോൾ മലയാളത്തിനാണെങ്കിൽ തന്നെയാണെങ്കിലും ഞാൻ നിങ്ങളോട് ഇത്രയും കാര്യങ്ങളൊക്കെ വന്നിട്ട് പറയുന്നില്ലേ, ഇതിങ്ങനെ പറയാൻ എല്ലാവരെ കൊണ്ടും സാധിക്കത്തില്ല. അതെന്താണെന്ന് ചോദിച്ചാൽ അതൊരു കീഴ്വഴക്കമാണ്. അതിന് നമുക്ക് എന്താ വേണ്ടത്, നമ്മളങ്ങനെ പറഞ്ഞാൽ മാത്രമേ നമുക്കത് ഈസി ആയിട്ട് നമുക്കങ്ങനെ സംസാരിച്ച് പോയി അത് ഫലിപ്പിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് എന്നെ ശ്രവിക്കുന്ന, എന്നെ കാണുന്ന, നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരോടും എനിക്കൊരു അപേക്ഷയുള്ളത്, നമ്മൾ ചെറിയ കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. ചെറിയ കാര്യങ്ങൾ, വാട്ട്, വെന്ന്, വേർ, വൈ, ഹൂവ്, അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ, അതിൻ്റെ പ്രയോഗങ്ങൾ. ഇത് നമ്മൾ ഡെയിലി ലൈഫിൽ, അതുകൊണ്ടാണ് ഇതിന് നമ്മൾ ഡെയിലി ലൈഫ് ഇംഗ്ലീഷ് സ്പീക്ക് എന്ന് വെച്ചാൽ അനുദിന ജീവിതത്തിലെ ഇംഗ്ലീഷാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം അത് നിങ്ങൾ കാണുക, നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുക, അത് നിങ്ങൾ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരിക. അങ്ങനെ സംസാരിച്ച് പഠിക്കുക. സംസാരിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ, വായിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ, ഇംഗ്ലീഷ് മൂവികൾ കാണുക, പ്രൊനൗൺസിയേഷൻസ് കേൾക്കുക. ചില ഇംഗ്ലീഷ് മൂവിയൊക്കെ കാണുമ്പോൾ നമുക്ക് കഥയൊക്കെ മനസ്സിലാവും. ആ ഹീറോയിനൊക്കെ എന്നാ പറയുന്നത് നമുക്കൊന്നും അറിയത്തില്ല, അവരുടെ ലിപ്പൊക്കെ എങ്ങനെയൊക്കെ അനങ്ങുന്നുണ്ടതൊക്കെ നമുക്കറിയാം, എന്തൊക്കെയുണ്ട്. പിന്നെ ചില വാക്കുകൾ നമുക്ക് കേട്ടുള്ള ചില വാക്കുകളൊക്കെ നമുക്ക് പെട്ടെന്ന് നമ്മൾ ക്യാച്ച് ചെയ്യും. പക്ഷേ മറ്റൊന്നും നമുക്കറിയില്ല, പക്ഷേ നമുക്ക് കഥ മനസ്സിലാവും. പക്ഷേ അതുപോലെ അങ്ങനെ നമ്മൾ കുറേ തവണ നമ്മളിങ്ങനെ വാച്ച് ചെയ്തേ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ മനസ്സിലാവും, നമുക്ക് അവർ എന്താണ് ആപ്റ്റായിട്ട് പറയുന്നുള്ള കാര്യം നമുക്ക് ആ പ്രൊനൗൺസിയേഷൻ നമുക്ക് മനസ്സിലാവും. നമ്മൾ ആ ലെവലിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഇച്ചിരി ഹാർഡ് വർക്ക് ചെയ്യണം. നമ്മളൊന്നും ചെയ്യാണ്ട് വെറുതെ എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം, ഓക്കെ ഞാൻ ഇന്ന പോലെയാണ്, അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ചില ആൾക്കാർ പറയുന്നുണ്ടായിരിക്കാം ഗ്രാമറൊന്നും ഇല്ലാണ്ട് എന്നാ ഇംഗ്ലീഷ് പഠിക്കണം, ഇത് അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ പഠിപ്പിക്കാനെന്നുള്ള കാര്യം. ഒരു ഗ്രാമറും വേണ്ട, നമ്മൾ ഒരു ഗ്രാമറും ഇല്ലാണ്ട് ഞാൻ അങ്ങനെ ആക്ഷേപിച്ച് പറയുന്നതല്ല. ഗ്രാമർ വേണം, അത് സ്വാഭാവികമായിട്ട് നമ്മൾ കുറേ ക്ലാസ്സുകളിലേക്ക് നമ്മളിങ്ങനെ വരുമ്പോൾ ഗ്രാമറൊക്കെ നമ്മുടെ വഴിക്ക് തനിയെ വന്നോളും. നമ്മളിപ്പം തന്നെ ഗ്രാമർ പഠിച്ച അയ്യോ നമുക്ക് പാസ്റ്റ് പാർട്ടിസിപ്പിളും അല്ലെങ്കിൽ പ്രസൻറ്റ് ടെൻസും ഫ്യൂച്ചർ ടെൻസും അതൊക്കെ പറഞ്ഞു തരുമ്പോൾ നമുക്കൊരു മടുപ്പായി പോകും. നമുക്ക് ഭാഷയോട്, അത് മലയാളമാണെങ്കിലും നമ്മളിങ്ങനെ ഗ്രാമർ പഠിക്കണം, വൃത്തങ്ങൾ, ലക്ഷണങ്ങൾ, അലങ്കാരങ്ങളൊക്കെ പഠിച്ച് സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സങ്കടമുള്ള കാര്യമല്ലേ. അപ്പോൾ അത്രയൊന്നും നമുക്ക് പോകണ്ട. നമുക്ക് കൂളായിട്ട് വെറുതെ ചറപറാന്നൊക്കെ നമുക്ക് പറ്റുന്ന പോലെയൊക്കെ അങ്ങ് പറഞ്ഞു പോവുക. ക്ലാസ്സുകൾ പക്ഷേങ്കിൽ കാണാതിരിക്കരുത്, മുടങ്ങാതെ ക്ലാസ്സുകൾ കാണുക. ക്ലാസ്സുകൾ കാണണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ക്ലാസ്സുകൾ കാണണമെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ചാനൽ നിങ്ങൾ റെഗുലറായിട്ട് കാണണം. നമ്മൾ ഇടയ്ക്ക് ക്ലാസ് മിസ്സായിപ്പോയാൽ, ഇൻ കേസ് മിസ്സായാൽ നമ്മൾ പ്രീവിയസ് ക്ലാസ് അല്ലെങ്കിൽ ലിങ്കിൽ പോയിട്ട് ആ ക്ലാസ് കണ്ടിട്ട് വേണം നമ്മൾ അടുത്ത ക്ലാസ് കാണാനായിട്ട്. അപ്പം അതിൻ്റെ പ്രത്യേകത വെച്ചാൽ ബിഗിനേഴ്സ് ആണെങ്കിൽ 4-5 ക്ലാസ് മിസ്സായാലും നമുക്ക് അവിടെ പോയിട്ട് നോക്കിയിട്ട് വേണം നിങ്ങളത് പുതിയ ക്ലാസ്സിലേക്ക് വേണ്ട. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ എങ്ങനെയൊക്കെയാണ് വെച്ചാൽ ഇതൊരു സ്ട്രക്ചറുണ്ട് ഇതിന്. ആ സ്ട്രക്ചറിലാണ് പോകുന്നത്. നമുക്ക് ആദ്യം കാണുന്ന ഒരാൾക്ക് വലിയ പ്രത്യേകതയൊന്നും തോന്നത്തില്ലായിരിക്കും, പക്ഷേ അത് ആ സ്ട്രക്ചറിൽ കൂടെ പോയി കഴിയുമ്പോഴേ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം ഞാനിന്ന് ആദ്യം വന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ക്ലാസ്സിലേക്ക് പോയിരുന്നു. ഇത്രയും ദിവസം ക്ലാസ്സൊക്കെ കേട്ടതല്ല, അപ്പോൾ ഇന്നലെ എന്നെ കണ്ടത് നേരിട്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോടൊക്കെ ഇങ്ങനെ സംസാരിക്കാനായിട്ടുണ്ട്. എനിക്കൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ, നമുക്ക് സംസാരിക്കണം, ഇങ്ങനെ പറയണം. ഞാൻ എങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിച്ചത്, എനിക്കാണ് ഇംഗ്ലീഷ് പഠിക്കുമ്പോഴത്തേനും ധാരാളം ഇംഗ്ലീഷിനെ കുറിച്ച് വലിയൊരു ടോപ്പിക്ക് നമുക്ക് പറയാനുണ്ട്. അത് നമുക്ക് വരും ക്ലാസ്സിൽ ഞാൻ ഘട്ടമായിട്ട് ചുരുക്കി പറയാം. അതും നമുക്കൊരു ക്ലാസ്സാണ്.
ഞാൻ മനസ്സിലായില്ല. ഇപ്പം ഞാൻ എങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിച്ചതെന്ന് അത് നിങ്ങൾ അറിയണം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ആ വഴികളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ എത്ര സോഷ്യൽ മീഡിയയിലൊക്കെ എത്ര അവസരങ്ങളാണ് ഇംഗ്ലീഷൊക്കെ പഠിക്കാനുള്ളത്. അപ്പം എനിക്കൊക്കെ ആ സമയത്തൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ വലിയ ഭയങ്കര ഇംഗ്ലീഷ് വിദ്വാൻ എന്നുള്ള ആളല്ല ഞാൻ ഒരു പി ജി ചെയ്ത ആളാണ്. എനിക്ക് 2 PG ഒക്കെ ഉണ്ട്, കാര്യം ശരിയാണ്. പക്ഷേ എൻ്റെ ഇംഗ്ലീഷിലുള്ള PG ഒന്നും ആയിരുന്നില്ല എൻ്റേത്. പക്ഷേ എന്നിട്ടും എനിക്ക് ആ ഡിഗ്രി കഴിഞ്ഞ സമയത്തൊന്നും എനിക്ക് ഒരു മണ്ണാങ്കട്ട ഇംഗ്ലീഷിൽ അറിയത്തില്ലായിരുന്നു. ആരെങ്കിലും ഹൗ ആർ യു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ആം ഫൈൻ താങ്ക് യു എന്നൊക്കെ പറയാം. പിന്നെ ഹൗ ഓൾഡ് അങ്ങനെയുള്ള ചെറിയ നമ്മൾ ഇംഗ്ലീഷ് നമുക്ക് പേപ്പർ ഫസ്റ്റ് ഇയറിലേക്ക് ഉണ്ടായിരുന്നുള്ളതെന്നുണ്ടെങ്കിലും നമുക്ക് വലിയ കാര്യമായിട്ടൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നീടാണ് നമ്മൾ ഇംഗ്ലീഷ് ഇങ്ങനെ ഓരോരോ ലെവലിൽ കൂടി നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചു. അത് ഞാൻ നിങ്ങളുമായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഷെയർ ചെയ്യും. അത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും. നിങ്ങൾക്കെന്നല്ല, അത് പഠിക്കുന്ന ആർക്കും. നമ്മളിപ്പോൾ എന്നെ സമയത്തോളം ഒരാളൊരു കാര്യം പറയുമ്പോഴത്തേനും അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് ഭയങ്കര മോട്ടിവേഷനാണ് കേട്ടോ. അപ്പോൾ നമുക്കത് അങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇയാൾക്ക് ഇപ്പോൾ എന്നെ പോലുള്ള ഒരാൾ എനിക്ക് ഇംഗ്ലീഷ് പറയാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല? അത്രയും ചിന്തിച്ചാൽ മതി. ഞാൻ ഇംഗ്ലീഷ് പറയുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പറഞ്ഞിരിക്കും. ദാറ്റ് ഈസ് ഷുവർ, ഡെഫിനറ്റ്ലി 101%. അപ്പോൾ നമുക്ക് കൂടുതലൊക്കെ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകളും മറ്റുള്ള കാര്യങ്ങൾ ഞാൻ ഇന്നത്തെ ഫസ്റ്റ് ഡേ നിങ്ങളെ ആദ്യമായിട്ടാണ് ഞാൻ മുഖതാവിൽ കാണുന്നത്, അതുകൊണ്ടാണ് ഞാൻ സംസാരിച്ചത് ഇത്രയും. അപ്പം നമുക്ക് നാളെ അടുത്ത ദിവസം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ പുതിയ ടോപ്പിക്കും പുതിയൊരു മെത്തേഡൊക്കെ ആയിട്ട് നമുക്ക് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്ത ക്ലാസ്സിലേക്ക് പോയിട്ട് എത്രയും വേഗം എങ്ങനെ ഏറ്റവും ആസ് ഏർലി ആസ് പോസിബിൾ ദ ഫാസ്റ്റസ്റ്റ് വേ ഓഫ് ടോക്കിംഗ് ഇൻ ഇംഗ്ലീഷ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നമുക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ. എനിക്ക് അങ്ങനെ നിങ്ങൾ സംസാരിച്ച് കേൾക്കണം. നമുക്ക് അതിനുള്ള ഓരോരോ സെഷൻസൊക്കെ നമുക്ക് കൊണ്ടുവരണം. നിങ്ങളുടെ സംസാരം കേൾക്കാൻ, പിന്നെ നിങ്ങൾ എങ്ങനെ എത്രമാത്രം ഏത് ലെവലിലേക്ക് എത്തിയെന്ന് അറിയാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണ്ടേ. അപ്പോൾ ഇന്നു മുതൽ നിങ്ങളുടെ കമൻറ്റുകൾ വളരെ കുറവാണ്. പ്ലീസ് നിങ്ങൾ ദയവ് ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റുകൾ എന്ത് കമൻ്റ് ആണെങ്കിലും എനിക്ക് കമൻറ്റ് ചെയ്ത് എന്നെ അറിയിക്കണം. എന്തെങ്കിലും വേരിയേഷൻസോ മോഡിഫിക്കേഷൻസോ ഒക്കെ വേണമെങ്കിൽ തീർച്ചയായിട്ടും പറയുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വിഷിംഗ് യു എ ഗ്രേറ്റ് ഡേ. താങ്ക് യു വെരി മച്ച് ഫോർ ലിസണിങ് മീ and we'll meet the next class with a fantastic session. Thank you all. Take care.